എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗെറ്റ്സ് എറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ ഈ 21-ാം തീയതി തിയേറ്ററുകളിൽ റിലീസായി. നല്ല പ്രേക്ഷക പിന്തുണയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒരുപാട് കുടുംബങ്ങളും സ്ത്രീകളും എല്ലാവരും തിയേറ്ററിലേക്ക് എത്തി, കുട്ടികളും ഒക്കെ തിയേറ്ററിലേക്ക് എത്തി നമ്മുടെ സിനിമ കണ്ട് ആസ്വദിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസുകൾ നമുക്ക് വരുന്നു. നമ്മൾ തിയേറ്റർ വിസിറ്റും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും സ്നേഹം അടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഈ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിന്റെ ആക്കമൊന്ന് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ നിങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളിലൂടെ ഈ സന്ദേശം ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക, കൂടുതൽ ആൾക്കാരെ തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാനായിട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ നിങ്ങളോട് മീറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ വിശേഷം ഇപ്പൊ റിലീസ് ആയതിന്റെ പ്രതികരണം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയതിൽ. വിനയ് മുത്ത് പറഞ്ഞതുപോലെ ഫെബ്രുവരി 21 റിലീസായി ഗെറ്റ്സ് എറ്റ് ബേബി. നല്ല നല്ല റെസ്പോൺസാണ് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നത്. കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സും ഒക്കെ പോയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അമ്മമാർ ഒരുപാട് പേര് സംസാരിച്ചു. സ്ത്രീകൾ പറയുന്ന കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ പലരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതും വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് വേണം. അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. സിനിമ ഈ 21-ാം തീയതി റിലീസായ ഫാന്റാസ്റ്റിക് റെസ്പോൺസ്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ്. മാർക്കോ എന്ന സിനിമയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. ഞങ്ങൾക്ക് തോന്നി റിലീസ് കുറച്ചും കൂടി ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കുന്നു. വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി. ഇത് കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. ആക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു പഠനം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ വൈ.വി. രാജേഷ് ഇവിടെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ പിച്ച് ചെയ്തപ്പോൾ വിനയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സജീവിനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ ഓൾ ഗെറ്റ് ടുഗദർ ഈ സിനിമ സംഭവിച്ചു. സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് തോന്നും എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു, വാട്ട് ഇസ് ദ റീസൺ ഓഫ് ചൂസിങ് ദിസ് പർട്ടിക്കുലർ സ്റ്റോറി. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് എന്നിലേക്ക് എത്തി. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഒരു കുട്ടി അമ്മയോട് ചോദിക്കണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട് ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തിയില്ല. അവർ പിന്നീട് ഗെറ്റ്സ് എറ്റ് ബേബി എന്ന സിനിമ കാണാൻ പോയി. ആ സിനിമ കണ്ടതിന് ശേഷം ഫീൽ ഗുഡ് സിനിമ, ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത്. പക്ഷേ അമ്മയോട് ചോദിച്ചു, ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് കാണാനില്ലായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് സംതിങ്, എന്താ പറയുക, എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ തോന്നി. ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ, അച്ഛൻ, അമ്മ, കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ, ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ആളുകൾ പ്രൊഫഷൻ, ഫേമസ് പ്രൊഫഷൻ, ഈ ജയ ഗണേഷ്, ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ്. അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ്സ് എറ്റ് ബേബി എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവാൻ എനിക്ക് ഫീൽ ചെയ്തു, സജീവിന് ഫീൽ ചെയ്തു, അതിലൂടെ ഇരിക്കുന്ന എനിക്കില്ല വിനയ എല്ലാവർക്കും. ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമകളുണ്ട്. ഈ ഒരു സിനിമയുടെ വലിപ്പം ബജറ്റിലല്ല, ഐഡിയയിലാണ്, കോൺസെപ്റ്റിലാണ് സിനിമ വലുതാവുന്നത്. ഐ ഫീൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസ് ആൻഡ് ഏറ്റവും വലിയ തോട്ട് ഗെറ്റ്സ് എറ്റ് ബേബിയിലൂടെയാണ് നമ്മൾ പങ്കുവെച്ചത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ദിസ് ദ ഹോൾ ഐഡിയ. ഫീഡ്ബാക്കും ഗംഭീരമാണ്. ഇനിയും സിനിമ പതിയെ പിക്കപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതുവരെ നിങ്ങൾ കാണാത്തൊരു സിനിമ കാണണം. ഞാൻ സോ ദാറ്റ് നിങ്ങളുടെ റെസ്പോൺസും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. നമസ്കാരം.
ആദ്യമേ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മലയാള സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഒരുപാട് പടങ്ങളുടെ പ്രൊമോഷൻ ഞങ്ങളെപ്പോലെ അവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് ഇവിടെ ഇരിക്കും എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. അതിലുപരിയായിട്ട് ഗെറ്റ്സ് എ ബേബി എന്ന് പറഞ്ഞൊരു പടം ഉണ്ണിനെ കുറിച്ച് ഒന്ന് ചെയ്തതിന് വളരെയധികം സന്തോഷമാണ്. ഒരുപാട് ഫാമിലി സ്ത്രീകൾ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ പറയുന്നുണ്ട്. ഈ ചിത്രം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞതിനെ അടിയിൽ പറയുകയാണ്, അച്ഛൻ, അമ്മ, കുടുംബം, ഈ വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് തീർച്ചയായിട്ടും സ്പർശിക്കുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് ഗെറ്റ്സ് എ ബേബി. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കൂടുതൽ കുടുംബങ്ങളിലോട്ട് ഈ ചിത്രം എത്തിക്കണം. മലയാള സിനിമയിൽ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു സിനിമയിൽ ഗെറ്റ്സ് എ ബേബി അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. നമ്മൾ ഈ സിനിമ എഴുതി തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ സ്റ്റേജിൽ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഫോർമറ്റീവ് സ്റ്റേജിൽ ഒരു സമയത്ത് ഭയങ്കര രാജേഷ് പുള്ളി ഉണ്ണിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ണിക്ക് ഈ കഥ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ഇമോഷണൽ കോർ മനസ്സിലാക്കുന്ന ഒരാള് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയായിരുന്നു ഉണ്ണിന്റെ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ണി ഇതിലേക്ക് സഹകരിക്കാന്ന് പറയുമ്പോൾ നമുക്കതിനുണ്ടായ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണി നിഖിലിയും എന്നുള്ള കോമ്പിനേഷൻ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഞാനിവരുടെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ട് ആക്ച്വലി വിഷ്ണു മോഹന്റെ ഒരു ഭരതന്റെ പൂജയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു റീൽ വൈറലായിരുന്നു. പിന്നെ നിഖിലിനെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ശേഷം നിഖിലിയോട് സംസാരിച്ചു. നിഖിലിക്കും കഥ വർക്കൗട്ടായി. അങ്ങനെ രണ്ടുപേരും കാസ്റ്റ് ചെയ്യപ്പെട്ടു. ആദ്യമായിട്ട് ഇവർ രണ്ടുപേരോടും കഥ പറയുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയാം. എന്തായിരുന്നു ഇവരുടെ മുഖഭാവങ്ങൾ, എന്തായിരുന്നു ഇവരുടെ റെസ്പോൺസ്? ഈ മുഖഭാവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിന്ന് സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രഗ്നൻസിനെ പറ്റിയിട്ടും IVF പറ്റിയിട്ടും സെറോഗസിനെ പറ്റിയിട്ടും ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരു രസച്ചരട് മുറിയാതെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കുക എന്നുള്ളൊരു ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ കഥ പറയുമ്പോഴും നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോഴും എല്ലാം ഇവരെല്ലാം അതിന്റെ പാർട്ടായിരുന്നു. ഉണ്ണിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു, നിഖിലയുടെ സജഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ ഇപ്പൊ കാണുന്ന ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ, ഒരു ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറി. മുഖഭാവം ചോദിച്ചാൽ എനിക്കറിയില്ല. ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസിലൊക്കെ ഭയങ്കരമായിട്ട് അത്ര വയലന്റ് ഒരു ചിത്രത്തിന് നമുക്ക് ഇയാളൊരു ആക്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നുന്ന അർത്ഥത്തിലേക്ക് തോന്നിയിരിക്കുന്നതായിട്ട്. അപ്പൊ അവിടെ നിന്ന് ഗെറ്റ്സ് എ ബേബിയിലേക്ക് വരാൻ നേരത്ത് ഭയങ്കര അത് കാണാൻ നേരത്ത് ഭയങ്കര ലൗകിക ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളൊക്കെ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പൊ അതിനു മുമ്പ് ഈ മാളികപ്പുറം എപ്പടിയൊക്കെ ഫാമിലി ചിത്രങ്ങൾ ചെയ്തൊരു നടനുമാണ്. അപ്പോൾ പിന്നീട് പിന്നീട് ആ ഫാമിലി സെറ്റപ്പിലേക്ക് വന്ന ഒരു യാത്ര. ബ്രദർ ആക്ച്വലി മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത ഷൂട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗെറ്റ്സ് എ ബേബിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോട് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റ് ആക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല, അതങ്ങനെ ആയി തീർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് എ ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി മൂവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഞാൻ ഇനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ്. മാർക്കോ വലിയൊരു ഹിറ്റാണ്, ഓൾ സെക്കൻഡ് ഗുഡ്. പക്ഷേ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് ഗെറ്റ്സ് എ ബേബി എന്ന സിനിമയുടെ കോർ എസൻസിലാണ്. ദാറ്റ് ഈസ് സജീവും പറഞ്ഞു, ഞാനും പറഞ്ഞു, വിനയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് കണക്ട് ആവുന്ന കഥകൾ ഇപ്പോൾ വൈബി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമയുണ്ട്. ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും
ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾ, സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, ഫാമിലീസിന് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്രയും ഭയങ്കര പക്വതയുള്ള ഒരു സബ്ജക്റ്റാണ് ഗെറ്റ്സ് എ ബേബി. ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽ സിനിമ ലുക്സ് വെരി എൻഗേജിങ്, കളർഫുൾ. കുട്ടികൾക്കും ഫാമിലീസിനും കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എ ബേബി ആയിരിക്കും. ദാറ്റ് ഇസ് എ ടേക്ക് അവേ. അതായത് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം, വീട്ടിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. മാർക്കോ ഒരു മൊമെന്ററി ഹൈ ആണ്. അഡ്രിനലിൻ അടിക്കില്ല. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക്, എനിക്ക് അതാണ് തോന്നിയത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ വാവ്. പക്ഷെ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല. ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ്. ഗെറ്റ്സ് എ ബേബിയെ സംബന്ധിച്ച് ഒരു സ്ലോ ഗ്രോയിങ് പ്രോസസ്സാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സ്വാഗ്, മ്യൂസിക്, സ്വാഗ്, ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ്. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം. ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനി വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും. ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, വിച്ച് വിൽ സ്റ്റേ ഇൻ മൈ മെമ്മറി. ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ, ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ. സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ലാലട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു വീശപ്പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കന്ദയെന്ന്. ഞങ്ങൾ പക്ഷേ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും എനിക്ക് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു A സർട്ടിഫൈഡ് സെഗ്മെൻറ്റഡ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ്, ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫോർ യു ഓൾസോ. ഞാൻ ഈ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല, അതിൽ ജസ്റ്റ് ദാറ്റ് ഒരു കൊളാബറേറ്റീവ് സ്പേസ് നിൽക്കുന്ന ഒരു നല്ല സിനിമ. തീർച്ചയായിട്ടും മോഹൻലാൽ സാറിന്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് ഈ പടം തുടങ്ങിയത്. പിന്നെ ഉണ്ണിമുതൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഉണ്ണിയുടെ എനിക്കൊരു 12-13 വർഷമായിട്ട് അറിയാവുന്ന ആളാണ്. ഉണ്ണിയുടെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ണിയും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പടം ചെയ്തതിൽ തെറ്റില്ല തോന്നി. ലാൽ സാറിന്റെ അനുഗ്രഹത്തോടുകൂടി ഞാൻ ഉണ്ണിമുതലായിട്ടൊരു പടം ചെയ്തു. തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല. ഉണ്ണിമുതൽ ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണി വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അപ്പൊ നിഷ്കളങ്കതയ്ക്ക് വിലയുണ്ടെന്ന് പറയുന്ന ഒരു ഉണ്ണി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കില്ലേ, ഇങ്ങനെയൊക്കെയാണല്ലേ, കാരണം അയാൾക്ക് അതിന്റെ പല കാര്യങ്ങളും അറിയില്ല എന്ന യാഥാർത്ഥ്യം ഞാനിവിടെ തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴാണ് അതൊക്കെ പുള്ളി പഠിച്ചത്. ഒരു ബാച്ചിലർ പ്രശ്നമായിട്ടുള്ളത്. നമ്മൾ കേൾക്കുമ്പോൾ ചില കഥകൾ നമുക്ക് പറയണമെന്ന് തോന്നുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ ഡിസ്കഷൻ തുടങ്ങിയത് ഓൾമോസ്റ്റ് 2020 കൊറോണയുടെ ഒക്കെ പ്രീ സമയത്ത് ഈ കഥയുടെ പറ്റി ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫോർമാറ്റീവ് സമയത്ത് ഞാനും ഒരു അച്ഛനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി എൻ്റെ മോളും ഉണ്ടായത് ഈ കൊറോണ പീരീഡിലാണ്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിലൂടെ പോകുന്ന എനിക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ എൻ്റയർ പ്രോസസ്സ് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈവൻ എൻ്റെ കൊച്ചിൻ്റെ ബർത്തിൻ്റെ സമയത്ത് പോലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സ്ത്രീ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇൻവോൾവ് ആണ് പ്രഗ്നൻസി എന്നുള്ള ഒരു ഡെലിവറി സമയത്ത്. ഞാൻ അകത്ത് നിന്ന് കണ്ടപ്പോഴാണ് ഒരുപാട് നഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാവരും ഒരുപാട് സ്ത്രീകളുടെ ഒരു ഭയങ്കരമായ ഫോഴ്സ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ നമ്മൾ കണ്ടു. അവരുടെയൊക്കെ കൂട്ടായ ഒരു പരിശ്രമം. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷ്വൽ കണ്ടപ്പോൾ തന്നെ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് അറിയില്ല, ഒരുപാട് പേർക്ക് ഇത് കാണാനുള്ള അല്ലെങ്കിൽ ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടാറില്ല. അപ്പൊ അത് അവരിലേക്കും കൂടി എത്തിക്കുക ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. എപ്പോഴും ആൾക്കാർക്ക് ചോദിക്കാം എന്താ കുട്ടി ഉണ്ടായില്ലെന്ന്, പക്ഷെ അതിന്റെ ഈ കുട്ടി ഉണ്ടാവുന്നതും അതിന്റെ കൂടെയുള്ള മെന്റൽ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ ഓൾ സ്ട്രഗിൾസ് ഇതെല്ലാം നമ്മൾ എന്താണെന്നുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു പോയിന്റാണ്.
അതുകൊണ്ട് ഇതിന്റെ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു ടാബു, ഈ ഒരു ചോദ്യം കുറയുമെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസപ്പെടുമെങ്കിൽ നല്ലതാണ്. പിന്നെ ആളുകൾക്ക് ഇത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾ ഉണ്ടാവാൻ നമ്മൾ അറിയുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒരുപക്ഷെ IVF-ന്റെ സാധ്യതകളെ കുറിച്ച് അറിയില്ലായിരിക്കാം, സറോഗസിന്റെ സാധ്യതകളെ കുറിച്ച്. റെഗുലേറ്റഡ് സറോഗസിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ റെഗുലേറ്റഡ് സറോഗസിന് സാധ്യതകളുണ്ട്, അഡോപ്ഷന് സാധ്യതകളുണ്ട്. അപ്പൊ ഇതൊക്കെയും ഒരു സമൂഹത്തിൽ ചർച്ചയാവാൻ പ്രാപ്തമായ വിഷയമാണെന്ന് തോന്നിയതിന്റെ പുറത്താണ് ഇത് നമ്മൾ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത് ചെയ്തത്. ഇപ്പോ മീഡിയക്കാർക്കാണെങ്കിലും ഇന്റർവ്യൂലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ചുട്ട മറുപടി കൊടുക്കുന്ന ആളാണ് നിഖില ചേച്ചി. അപ്പോ നിഖില ചേച്ചി മാരിഡ് അല്ല, സിംഗിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ മാരിഡ് അല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ണിച്ചേട്ടനടക്കം അത് ഇടക്ക് നേരിടാറുള്ളതാണ് ഇന്റർവ്യൂസിലടക്കം. അപ്പോ അങ്ങനെ ഒരാൾക്ക് നിഖില ചേച്ചി എന്ത് മറുപടി കൊടുക്കും? അപ്പോ നിഖില ചേച്ചി ആസ് ആൻ ആക്ട്രസ് ഇത്രത്തോളം വളരെ തഗ്ഗായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം. പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ചോദിച്ച പോയിന്റ് വേറെ. ശരിക്കും പറയണത് മറുപടിയാണ്, എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരോടും പറയില്ല കല്യാണം കഴിക്കേണ്ടാന്നോ, കല്യാണം കഴിച്ചാൽ അങ്ങനെ ആയിപ്പോകുന്നു. എനിക്ക് ഇപ്പൊ ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളില്, ഒരുപാട് ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി. അപ്പൊ അല്ല അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൽ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു, ഈ പടത്തിൽ വരുന്ന വിമർശനത്തിൽ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? നിഖില ചേച്ചി ഫസ്റ്റ് എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. പക്ഷെ അതീ പറയുന്ന പോലെ അവരുടെ ചോയ്സാണ്. അവർക്ക് കുട്ടികൾ വേണം, ഏത് സമയത്ത് കുട്ടികൾ വേണം, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ആണോ ഒരു അമ്മയാവാൻ, ഞാൻ പ്രിപ്പയർഡ് ആവാൻ ആണോ ഒരു അച്ഛനാവാൻ എന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ്. ഈ സോഷ്യൽ പ്രഷറിന്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എനിക്ക് താല്പര്യമില്ല. ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ്, അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. അപ്പം എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയായിരിക്കും. എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഈ സിനിമയിലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട്, കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല തരത്തിലുള്ള ഫാമിലീസിനെ അതിന് കാണിക്കുന്നുണ്ട്. ഈ പ്രഷർ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് വരാം. അപ്പോൾ ഞാൻ കേട്ടൊരു വിമർശനം, എന്തായാലും ഞാൻ ആ സിനിമ കാണും ഉറപ്പായിട്ടും. കാരണം ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ ആ ഒരു മെസ്സേജ് ഭയങ്കര ഹൃദയസ്പർശിയാണ്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് തരാനായിട്ട് ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ വിജയം തന്നെയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു പ്രമുഖ റിവ്യൂവർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ കൊടുത്തൊരു വിമർശനം, കുട്ടികൾ ഉണ്ടാവാതിരിക്കുക എന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അഡ്രസ് ചെയ്തോ എന്ന് തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിമർശനത്തിന് എന്താണ് മറുപടി? വിമർശനത്തിന് നമ്മൾ മറുപടി കൊടുത്തോളന്നില്ലല്ലോ. ഒരാൾ അയാളുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ കുട്ടികളെ ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുക എന്നുള്ളതല്ല ഈ സിനിമയുടെ മെയിൻ. അതൊരു സെറ്റിംഗ് ആണ്. IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഗ്നൻസി, ഡെലിവറി, കുട്ടികളുണ്ടാവൽ, അതിന്റെ സൊസൈറ്റൽ പ്രഷർ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ പറയുന്ന കഥ ഈ നേരത്തെ ഇത് തുടങ്ങി വെച്ച പോലെ അച്ഛൻ, അമ്മ, കുടുംബം, ഭാര്യ, ഈ റിലേഷൻഷിപ്സ്, ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസും ഇമോഷൻസുമാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. ഇപ്പോൾ ഒരു മകൻ അമ്മയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം, ഇതെല്ലാം പ്രതിപാദിച്ചു പോകുന്നൊരു സിനിമയാണ്. ഇതിൽ നമ്മൾ കുട്ടി ഉണ്ടാക്കുന്നൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കില്ല. കുട്ടി ഉണ്ടാവാതിരിക്കണം എന്ന് നമ്മൾ മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കില്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്ന ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ അതിൽ വന്നു പോകുന്ന സൊസൈറ്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളും,
ഈ സൊസൈറ്റൽ പ്രഷർ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലുള്ള സൊസൈറ്റൽ പ്രഷറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ഒരു ഡോക്ടറുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന രോഗികൾക്ക് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പല രോഗികൾക്ക് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പല ആവശ്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഇവരെല്ലാം നമ്മൾ ഡെപിക്ട് ചെയ്തിട്ടുണ്ട്. ഈ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ അഡ്രസ് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ ലളിതമായിട്ട് ഇപ്പം ഇതിൻ്റെ പ്രോസസ്സ് നേരത്തെ ഉണ്ണി പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സുകളാണ് പലതും. ഈ പറഞ്ഞ കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെ, ഇതൊക്കെ ഒരു സംസാര വിഷയമാകണം. വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിലും ഈ ഒരു ടോക്ക് ഉണ്ടാവണം. നമ്മളുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്, പരിമിതമാണ്. ഇപ്പോൾ ഒരുപാട് ലിബറലായി വരുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ സിനിമയ്ക്കുണ്ട്. അത് നമ്മൾക്ക് അതിൻ്റെ റിവ്യൂസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് ഇതുപോലുള്ള സംസാരങ്ങൾ കുടുംബങ്ങൾക്ക് അകത്തുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു മകൻ അമ്മയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് ആ അമ്മേനെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നതാണ്, എൻ്റെ അമ്മയ്ക്ക് ഈ പടം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോകാമെന്നൊരു മകൻ കൊണ്ടുപോയി. അതൊക്കെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ വിജയം എന്ന് പറയുന്നത്. അല്ലാണ്ട് കുട്ടികൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയല്ല ഇത്. ബന്ധങ്ങളുടെ കഥ പറയുന്നത്, റിലേഷൻഷിപ്സിനെ പറ്റി പറയുന്ന സിനിമ. താങ്ക് യു. ആക്ച്വലി രണ്ടുണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്, സബ്ജക്റ്റിനോടുള്ള താല്പര്യമുണ്ട്. അതിന് മുകളിലൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ടേക്ക് ഇറ്റ് നല്ലൊരു സെറ്റപ്പിൽ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ല. ഞാൻ ഒരു മെത്തഡ് ആക്ടിങ് ഫോളോ ചെയ്യുന്ന ആളല്ല. എൻ്റെ കംഫേർട്ടിൽ എനിക്ക് എന്നെ വിട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഈസ് ഗുഡ് ബാഡ് അല്ലെങ്കിൽ സ്പേസിലേക്ക് പോകും. എന്നെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ്, സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നിഖില മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല. സിനിമ ഇൻ ടോട്ടാലിറ്റി ഒരു കഥയാണ്. ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ആ കഥയിൽ മെയിനായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കാൻ വിനയ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒട്ടും പ്രീച്ച് ആവാതെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുന്നതല്ല, ഒരു സെറ്റപ്പാണ്. ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഗായനാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ 5 കുടുംബങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനത്തെ പോസിബിലിറ്റീസാണ്. ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഗായനാക്കി അവിടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക. ഇതിന് നമുക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ദാറ്റ് ഈസ് ഫൈൻ, നോട്ട് എ വിഷൻ. എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകളിൽ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക, മാർക്കോ ഒരു അഡ്രിനലിൻ സ്പേസാണ്. എന്നാൽ അതിൽ അഭിനയമില്ല എന്നൊന്നും പറയുന്നില്ല. രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ്. ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്തത് എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ്. എൻ്റെ കംഫർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കഥകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ്. അതെല്ലാം സംഭവിക്കട്ടെ. ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം. താങ്ക് യു. ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ലെന്നാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ അവസ്ഥ ഒരു പ്രൊഡ്യൂസർ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ചിത്രം മലയാളത്തിൽ സമ്മാനിച്ച പ്രൊഡ്യൂസർ കൂടെയാണ്. ഇപ്പം താരങ്ങള് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതലും അതിന്റെ ക്രാഫ്റ്റിനായിരിക്കും മാർക്കോ നമുക്ക് കണ്ട അറിയാം. അതിന്റെ സ്റ്റെയർ കേസിനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻസൊക്കെ ഒരുപാട് ഡിഫൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് അതിന് ആ സിനിമ അറിയുന്ന തളരുന്ന അർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നീട് അപ്പൊ ഈ ചർച്ചകളിൽ പറയുന്ന താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെ കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട്.
അപ്പൊ അങ്ങനത്തെ നടത്തിയത് ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കിയത്? പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണബിളാണ്. ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചു എന്നൊരു പ്രൊഡ്യൂസർ. എൻ്റെ പൈസ, എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് അതിൻ്റെ ഒരു റൈറ്റ്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് ഒരു ബേസിക് മാന്യത. പിന്നെ പ്രൊഡ്യൂസർ സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാലും നമ്മൾ പറയുന്നു, നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ, അതെൻ്റെ അവകാശങ്ങളാണ്. എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട്. ഞാൻ നടൻ, പ്രൊഡ്യൂസർ, അതില്ല, എൻ്റെ മാത്രമല്ല എല്ലാവർക്കും. ഐ തിങ്ക് അത് ഐ ഡോണ്ട് ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫെയർ അല്ല. ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ്. ഇത് 0 ബഡ്ജറ്റിലും സിനിമ ചെയ്യാം, പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം. അതിലൊരു റൂൾ ബുക്ക് ഇല്ല. ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല. ഇന്ന ആൾക്ക് മാത്രമേ സിനിമ. IT ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനായ ആളൊന്നുമില്ല. പ്രൊഡക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. സജീവാണെങ്കിലും വിനയാണെങ്കിലും ഇതെല്ലാം നിഖില, അങ്ങനെ എല്ലാവരും ആക്ടിങ് വോട്ടെവർ ഇട്ട് ഏത് പ്രൊഫഷൻ ആണെങ്കിലും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതാണ്. പിന്നെ സിനിമ, നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശമ്പളം ഞാൻ മേടിക്കാറില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു കാലങ്ങളിൽ, ഒരു 5 വർഷമായിട്ട് ഇപ്പോൾ തന്നെ. ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാൻ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നല്ല പറയുന്നത്. പറഞ്ഞ പോലെ അവരൊരു അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അവരുടെ ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു, എനിക്ക് അത്രയും ഡീറ്റെയിലിംഗ് അറിയില്ല. അവരുടെ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അത്രയും ധാരണ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നവരും നല്ലത് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. പ്രൈസ് ചെയ്തിട്ടില്ല ഇല്ല, എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ്. പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ഉണ്ണിയോടൊരു ക്വസ്റ്റ്യൻ അങ്ങനെ വിളിക്കാമല്ലോ, നമ്മുടെ വീട്ടിലെ പേരാണ് യശോദ എന്ന മൂവിയില് കോർ ഇതല്ല എങ്കിലും കണ്ടന്റ്, പ്രത്യക്ഷത്തിലുള്ള കണ്ടന്റ് IVF ആയിരുന്നല്ലോ. അപ്പോൾ അതും ഇത് തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. കണക്ഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നു? അതൊരു ജോബ് പ്രൊഫൈൽ മാത്രമല്ല. യശോദയിൽ നമ്മൾ വേറെ കൈൻഡ് സർവീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്, ശരിയാണ്. പക്ഷേ ഇതൊരു ഗൈനാക് മെയിൽ ഗൈനക്കായിട്ട് സിനിമയിൽ വന്നത് കറക്റ്റാണ്. പക്ഷെ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഇമോഷൻ പുള്ളി രണ്ട് സിനിമയുടെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു കണക്ഷൻ തോന്നുന്നില്ല. ഒരു കളർഫുൾ ആയിട്ടുള്ള കുറെ കളർഫുൾ ഫ്രെയിംസ് ഒക്കെ വരുന്ന ഒരു മൂവിയാണ്. അപ്പോൾ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഫുൾ ഫ്രീ ആയിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഇതെന്താ പറയുക, നമ്മളിത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അത്യാവശ്യം ഹോസ്പിറ്റലുകളും മറ്റും പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു ഡൾ സ്പേസ് ആണ്. നമുക്ക് ഒരിക്കലും ഒരു ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഭയങ്കര ഹാപ്പി ഫീലിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഓൺലി കുട്ടി ജനിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ യൂഷ്വലി ഒരു ഹോസ്പിറ്റലിന്റെ കഥ പറയുമ്പോൾ അത് ഈ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു കളർ പാലറ്റിന്റെ ഉദ്ദേശം. ആൻഡ് അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ സജീവമായിട്ടും ബാക്കി പ്രൊഡക്ഷനിലുള്ള കിങ്സ്മിലുള്ള ആളുകളുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നെ എല്ലാ കാര്യത്തിലും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസേഴ്സാണ്. പ്രൊഡ്യൂസേഴ്സ്
ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് സജീവരോടാണ് ചോദിക്കുന്നത്. സജീവ് പുതിയൊരു പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പടം പ്രൊഡ്യൂസ് ചെയ്ത് എന്തിനാണ്? എന്തായിരുന്നാലും മുടക്കിയ പൈസക്കുള്ള കളർ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. ഭയങ്കര സന്തോഷം. കാരണം ഈ പടം എന്താ പറയാ, ഒരു ഫാമിലി പടത്തിന് ഈ ഇടയ്ക്ക് ഒരിക്കലും ഇത്ര കളർഫുൾ ആയിട്ട് മലയാള സിനിമയിൽ ഒരു ഫാമിലി പടം ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി. ഇതിലെ പാട്ടുകളാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമുക്ക് ഒരുപാട് സാംസ്കാരിക സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. പിന്നെ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിനകത്ത്. ദില്ലിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ദില്ലിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള പടങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇനിയും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഒരു പ്രത്യേക സബ്ജക്റ്റിൽ മാത്രം ക്ലോസ് ചെയ്തിട്ട് ആരും ഇതിനെ, അതേ എനിക്ക് പറയാനുള്ളൂ. അത് ഒരു പുതിയ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പറയാം. മലയാള സിനിമയില് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാമല്ലോ. സിനിമ കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഇനി അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ അവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ട ഒരു മാസത്തിന്. അപ്പൊ നിങ്ങൾ അതിനുള്ള ഒരു രീതി എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുക. പ്രൊഡ്യൂസർ സാർ, ഞാൻ അങ്ങനെ ഒരു വിമർശനം സാർ വേണ്ട. സജീവ് സോമൻ ചേട്ടാ, ഞാൻ അങ്ങനെ ഒരു വിമർശനം മറ്റൊരാളുടെയാണ് പറഞ്ഞത്. അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന പേരിൽ കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തില് ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂവില് ഇങ്ങനെ ഒരു വിമർശനം കണ്ടു. ശരിക്കും ആ വിമർശനം ആ റിവ്യൂവർക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഈ സിനിമയെ ഒരു നെഗറ്റീവായിട്ട് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് പറഞ്ഞൊരു ഉള്ളി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള വാക്യമുണ്ട്. അച്ഛൻ, അമ്മ, കുടുംബം, ഈ ഒരു വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. അതുള്ളവർക്ക് ഈ പടം വർക്കാവും. ഇപ്പൊ ഞാന് 38 വയസ്സായി. ഇന്നും ഈ സമയത്ത് ഞാൻ ആൾസാറിനോട് പറഞ്ഞ തിരക്കിലൂടെ കാര്യങ്ങളോട് നടക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും എന്നെ ഒരു 8 മണി കഴിഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അവരുള്ളപ്പോഴേ എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റും. അപ്പൊ ആ വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും, അത് കേരളത്തിലുള്ള എല്ലാ മലയാളികളും, ബാക്കിയുള്ളവരെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിംഗ് എനിക്കുള്ളൂ. ഉത്തരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അപ്പോ ഇത്തരത്തിലുള്ള പ്രമുഖ റിവ്യൂവേഴ്സ് ഇപ്പൊ ശകുനം മുടക്കി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രേക്ഷകർ മുടക്കി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അവർക്ക് ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട്. ഇപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് അവരുടെ എങ്ങനെയുണ്ടെങ്കിലും ചോദിക്കാറില്ല. എനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ എന്റെ ഫ്രണ്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും എന്താണ്, എടാ എനിക്കത് വർക്കായി, നീ പോയി കണ്ടു നോക്കുക എന്ന് പറയുന്നത്. അതാണ് എന്റെ മാന്യത അല്ലെ. എല്ലാവർക്കും അവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് അതിന്റെ റെസ്പെക്ട്. മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. അതാണ് ഉത്തരം. ഇതൊരു വിവാദമാക്കാൻ പറഞ്ഞാൽ ആർക്കും എന്ത് വേണോ പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട്. അത് എങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയുമാണ്. ഓക്കെ, പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വരാതെ അതിന്റെ തുടർന്നുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ വിവാദങ്ങളൊക്കെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പേടിയാണോ? പേഴ്സണൽ ചോദ്യമാണ്. പേടിയുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നം, പേടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം, സസ്പെൻസ് ഒക്കെ കിട്ടും. വീഡിയോ ഉള്ളതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ വീഡിയോ ശരിക്കും മുഖ്യമന്ത്രിന്റെ കമ്പനി ബ്രദറിന് റിമൂവ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു. ബ്രദറിന് അങ്ങനെ തോന്നുകയാണ് എനിക്ക് പേടിയുണ്ടെങ്കിൽ പേടിയില്ല. ബ്രദറിന് തോന്നുന്നതാണ് പേടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല. Okay, next question. Last question. Last question. അങ്ങനൊരു സംഭവം രാജുവേട്ടന് ശേഷം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടനെ പേരായി കാണിച്ചിട്ടുണ്ട്. അത് റീജിയണൽ ലാംഗ്വേജിലുള്ള പടമാണ്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ അപ്രീസിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു നടനാണെന്ന് അറിയില്ല. Get Set Baby, ഞാൻ പറഞ്ഞ പോലെ
എനിക്ക് സ്പെഷ്യലാണ്. ബിക്കോസ് വിനയ് ഗോവിന്ദനോട് തൊട്ട് മുന്നേ ഒരു പടം ചെയ്യാൻ വരുന്നതായിരുന്നു. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാണ് ഈ സിനിമ ചെയ്യുന്നത്. ഉണ്ണിയുടെ കൂടെ ഈ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല, ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സിനിമ വന്ന് എല്ലാം കറക്റ്റായിട്ട് വന്നത്. സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഉണ്ണി മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി കണ്ടു. ആ റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത് സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിലുണ്ട് ചോദ്യം ചോദിക്കുന്നു. ആദ്യത്തെ അവസാനത്തെ മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ 6ാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങൾ പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാർഡം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ, അതൊരു സംശയവുമില്ല. അപ്പോൾ ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊട്ട് വരില്ലേ? അതൊരു നെഗറ്റീവ് പെർസ്പെക്റ്റീവായിട്ട് സിനിമനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബ്രദർ, ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല. ലൈക്ക് നമ്മൾ എടുത്തു പറഞ്ഞത് ബേബി കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്തത്. റിലീസ് നേരത്തെ ആയി പോയെന്നേ ഉള്ളൂ. അതൊരു ടെക്നിക്കൽ റീസൺ ആണ്. നമുക്ക് അങ്ങനെ ആയിപ്പോയി, അതും പ്ലാൻഡ് അല്ല. നെക്സ്റ്റ് 1-2 പടങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാർക്കോ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലുമില്ല, പ്രൊഫഷണൽ തീരുമാനങ്ങളും ഇല്ല. ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ. ഇപ്പം മാർക്കോ പ്രൊഡക്ഷൻ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട്. ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ബിക്കോസ് അത് ഗെറ്റ്സ് ബേബിയിലുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നല്ലൊരു സ്ട്രെസ്സാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത സിനിമ ഏതാണ്, ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യാൻ ഞാൻ ഒരു സ്ഥലത്ത് പോലും മാർക്കോസ് പാൻ ഇന്ത്യ മൂവി എന്ന് ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ടില്ല. ആ സിനിമ മെറിറ്റിൽ സഞ്ചരിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് ട്രാവൽ ചെയ്യും. ഗെറ്റ്സ് എ ബേബി ഇസ് എ ബിഗർ കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. പക്ഷെ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ തമാശകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് റീമേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ റീമേക്ക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഗെറ്റ്സ് എ ബേബി എന്നൊരു മലയാളം സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി. ബിക്കോസ് ഈ ഗൈനക്കോളജി അല്ലെങ്കിൽ IVF സർവീസ് ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമൻറ്റുകൾ ഇടുണ്ടായിരുന്നു. നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആവില്ല. അപ്പോൾ ഈ സിനിമ ഈ സ്റ്റൈലിൽ വേറെ എവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഒരു റീമേക്കിന് സാധ്യത ഈ സിനിമയ്ക്കുണ്ട്. ഇപ്പോഴും ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് എൻ്റെ ഈ പടത്തിൻ്റെ ഹിന്ദി വേർഷനും തെലുങ്ക് വേർഷനും എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ സജീവ് ഇപ്പോൾ ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മീറ്റിംഗ് അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വലിപ്പം. എപ്പോഴും ഐഡിയ ആണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ മാർക്കോ പോലെ നമുക്ക് അത്രയും പൈസ ഇതിന് വേണ്ടിയൊന്നുമില്ല. പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ടിയൊന്ന് ഒരു നല്ല തുകയുണ്ട്. അത് ജെനുവിൻലി സബ്ജക്റ്റിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അതിൽ ഞാൻ സജീവിനും കിങ്സ്മാൻ എന്ന് പറഞ്ഞ സജീവ് പ്രൊഡക്ഷൻ സപ്പോർട്ടും വേറെ പ്രൊഡ്യൂസറുണ്ട്, അവരെല്ലാവർക്കും നന്ദി പറയുന്നു. ബിക്കോസ് ഒരു സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാണ് ഷൂട്ട് ചെയ്തത്. പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഗ്ലൂമി ആയിരുന്നു. അത് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നില്ല, ഭയങ്കര കളർഫുൾ ഷർട്ടൊക്കെ ഇടാൻ. സത്യം എന്നോട് അങ്ങനെ ഇടിപ്പിച്ചതാണ്, ഇങ്ങനെയുണ്ട് കുറച്ച് രസമായിട്ട് വരും എന്ന് പറയുന്നത്. സോ അത് സജീവിൻ്റെയും വിനയുടെയും കൂടി എഫേർട്ട് ഉണ്ടായിരുന്നു. ഞാനും കൺവിൻസ്ഡ് ആയി, ഓക്കെ ഫൈൻ, നമുക്ക് അങ്ങനെ ചെയ്യാം. സോ സിനിമകൾ ഇനി അങ്ങോട്ട് ഭാരമായിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. എൻ്റെ കയ്യിലുള്ള സബ്ജക്റ്റുകൾ താങ്ക് ഗോഡ് അത് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഐഡിയാസാണ് എന്നെ ഉള്ളത്. ഇങ്ങനെ കൊച്ചു സിനിമ എന്ന് എനിക്ക് പറയാനേ തോന്നുന്നില്ല.
എൻ്റെ അടുത്ത് ഇത് ഞാൻ ജയഗണേഷ് ചെയ്ത സമയത്ത് പറയും ഒരു കുഞ്ഞു സിനിമ അതെനിക്ക് ബഡ്ജറ്റിലല്ല ചെറുത്. നിങ്ങൾ പൈസ മുടക്കിയിട്ട് സിനിമ ചെറുത് വലുതാവില്ല. നിങ്ങൾ മുടക്കുന്ന പൈസ ഏത് സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ വലുതാകുന്നതും ചെറുതാവും. എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വീഴ്ചയിലിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിനെ ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ് മൂവിയായിട്ട് ഞാൻ ജയഗണേഷിനെ സമീപിച്ചത്. അതിൽ ആകെ ഒരു ഹൈ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം എണീറ്റ് നിൽക്കുന്നു. ആ തോട്ടിന് ഭയങ്കര റെലവൻസ് ഉണ്ട്. നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും. ആസ് എ പ്രൊഡ്യൂസർ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സജീവ് എന്നോട് ചോദിച്ചത് ആവേശം എന്ന സിനിമയുടെ ഒപ്പം റിലീസ് ചെയ്യണം. എനിക്ക് മനസ്സിലായി യെസ് യൂത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ തന്നെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് നടക്കണം. പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാറ്റിയാൽ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ അത് തോട്ട് എന്താണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത്. ദാറ്റ്സ് വൈ ദ മൂവി വാസ് റിലീസ്ഡ്. ഞാൻ എപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ്. ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല. അതുകൊണ്ട് മാർക്കു എന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് എൻ്റെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ എടുത്താൽ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രിസിയേഷൻ നമുക്ക് കിട്ടുള്ളൂ. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും സജീവനും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ്, ഗാംബിൾ ബിസിനസ്. ഇതിൽ ഒരാളും ആരോടും മുടക്കിയ പൈസ ഓൺ ദി ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ്. അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ്സാണ്. സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പടത്തിൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും, എൻ്റെ സുഹൃത്തും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ്. നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്ന് പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവ് തന്നെ ഒരുപാട് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു, പേടിച്ച് പോകുന്നു, അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു. ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ്. ഒരു സ്ഥലത്തും ഇതൊരു ഗ്യാരണ്ടീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല. നിങ്ങൾക്ക് എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി. പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ്. അതില്ലാന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ എവിടെ ഉണ്ടാകാൻ പറ്റില്ല. സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു. ദീസ് ഡേയ്സ് ഇറ്റ് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ. ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്. ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി. ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കൂര് പീക്ക് ഓഫ് ദ ഷൂട്ട് 342 ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ. ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും അവരെ എൻ്റെ സിനിമ വിജയിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ. ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബഡ്ജറ്റ് കൂടുന്നു. ടെൻഷൻ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. സർട്ടിഫൈഡ് ആണ് എന്ത് പറയുമ്പോൾ സ്ട്രെസ്സായി. ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇവർക്കൊക്കെ സ്ട്രെസ്സാണ്. അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട്. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഹാവിങ് സെഡ് ദാറ്റ്, സിനിമകൾ വന്നുകൊണ്ടിരിക്കണം, നല്ല സിനിമകൾ തന്നെ വരണം. അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടിയെന്ന് മുടക്കണം. അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ. അപ്പോൾ സജീവിനെ ഗൺ പോയിന്റ് വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഒരു മെച്ചുവേർഡ് വ്യക്തിയുടെ മെച്ചുവേർഡ് തീരുമാനമാണ്. പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട്
ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പം അതിന് റെഡിയായിട്ട് വരണം എന്നാണ്. ഈ ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് 100 രൂപ മുടക്കാൻ 100 രൂപ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ്ങാണ്. 20 rupees ഈസ് ഓൾവേസ് ദ റിസ്ക്. നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയേക്കുന്നതെന്ന് ആലോചിച്ചു. പഠിച്ചപ്പോൾ ഫെയിൽ ആവുന്ന റിസ്ക് ഉണ്ടാവും, ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിൻ്റെ റിസ്ക് ഉണ്ടാവും. ഗോ എനിവെയർ ഇൻ ദ ടോപ്പ് സെക്ഷൻ, ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇറ്റ്സ് എ ചോയ്സ്. റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായ കാര്യം. ഈ എഡിറ്റർ ഷമീർ മുഹമ്മദിന്റെ ഇന്റർവ്യൂ എന്ന ടൈമില് അദ്ദേഹം പറയാനുണ്ടായി, ഉണ്ണിയുടെ ഒരു 2015 മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ചിത്രം. അത് മാർക്കോയില് വന്ന് സംഭവിക്കുകയും അതൊരു പാനലിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അത്തരത്തിലുള്ള സിനിമാ സ്വപ്നങ്ങൾ ഇനിയും ഉണ്ടോ? ഡെയിലി സ്വപ്നം കാണാറുണ്ട്. സ്വപ്നങ്ങളുണ്ട് ബ്രോ. അതെന്ന് വെച്ചാൽ സ്വപ്നങ്ങളില്ലെങ്കിൽ സിനിമാക്കാരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ഓരോ സിനിമ സംഭവിക്കുന്നത്. ഐ തിങ്ക് വിനയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നിഖിലേക്കുണ്ട്, എനിക്കുണ്ട്, സജീവനുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഷമീർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവന് എൻ്റെ സിനിമ സ്വപ്നങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം. സോ അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. താങ്ക് യു. പിന്നെ താരം എന്ന് പറയുന്ന ചിത്രം ബേസിക്കലി ഇപ്പൊ നിലവില് പ്രൊജക്റ്റ് ഓൺ ആണ്. താരത്തിന്റെ ഞാൻ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൽ കുറെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ സാധനങ്ങൾ ഒന്നിച്ച് വരണം. ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റ്, ലൊക്കേഷൻ പെർമിഷൻ, ക്ലൈമറ്റ്, ഇതൊക്കെ ഒന്നിച്ച് വന്നാൽ ഡെഫിനറ്റ്ലി സംഭവിക്കും. അതില് എന്താണ് ലിവിന്റെ ഒരു ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ആ ചിത്രം. അത് ഫിറ്റ്നസ് ഞാൻ പറഞ്ഞില്ല, ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് വന്ന് പെടുന്ന ഒരു അവസ്ഥയിൽ നടക്കുള്ളൂ. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രീവിയസ് കമ്മിറ്റ്മെന്റ്സ് കാരണം അദ്ദേഹത്തിന് നമുക്ക് വേണ്ടുന്ന ഫിസിക്കൽ അപ്പിയറൻസിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ ജസ്റ്റ് ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു. അപ്പം ആ സാഹചര്യത്തിൽ നമ്മളെന്നെ പറഞ്ഞു, ഞാനും നിവിനും പല ഇന്റർവ്യൂകളിലും പറഞ്ഞില്ല, ഞാൻ മാത്രമല്ല നിവിനും ഞാനും പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ എന്റർടൈനർ പടമാണ്. പാട്ട്, ഡാൻസ്, അങ്ങനെ ആഘോഷമായിട്ട് നിവിനെ കൊണ്ട് ഫ്ലെക്സിബിൾ ആയ നിവിൻ പോളിയെ കൊണ്ട് ഒരു നോ ലിമിറ്റ്സ് നിവിൻ പോളി ഉണ്ടെങ്കിൽ അത് നിവിൻ ഇപ്പൊ ഒരു ചുള്ളനായിട്ട് നിൽക്കുന്ന ഒരു ഇമേജസ് ആണല്ലോ ചുള്ളനായി വരുന്നത്. ഇച്ചിരി ചുള്ളനായി ഈ ബാക്കി പറഞ്ഞ സാധനങ്ങൾ കൂടി ഒന്നിച്ച് വന്ന് വീണ് കഴിഞ്ഞാൽ സംഭവിക്കും. പ്ലാനൊന്നുമില്ല, പക്ഷെ ഡിസ്കഷൻസ് ഉണ്ട് എല്ലാത്തും. എൻ്റെ എൻ്റെതായ സമയം തീരുമാനിക്കും. ഇപ്പോൾ കുറച്ച് സിനിമകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. അത് ഫിനിഷ് ചെയ്തെങ്കിലും ഡെഫിനറ്റ്ലി ഹിന്ദി സിനിമയിൽ ഉദ്ദേശിച്ചു ചെയ്തു. കാര്യം കൂടി നിങ്ങളെല്ലാവരും ഇതുവരെ വന്നു ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞു പറ്റുന്ന പോലെ നിങ്ങളെല്ലാവരും ഗെറ്റ്സ് ബേബി എന്ന സിനിമ ഒന്ന് പോയി കാണണം. കണ്ടിട്ട് ഷെയർ യുവർ ഫീഡ്ബാക്ക്. ബിക്കോസ് ഈ പ്രസ് മീറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെയായിരുന്നു ഈ സിനിമ എന്താണെന്ന് ഫാമിലീസിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അത് ഈ മെസ്സേജ് ഒന്ന് കൃത്യമായിട്ട് എത്തിക്കാം ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. യു വാച്ച് വിത്ത് എ ഫാമിലി ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ. അതെ, യെസ്. താങ്ക് യു സോ മച്ച്.